ഗൈസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയോ ഇപ്പോൾ എത്തിയത്. ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ മടിക്കുന്നത് നാളെ നമുക്ക് ഭയങ്കരമായൊരു ദൂഷ്യമായി തീരാം. പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം. അത് എപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഓരോ സിറ്റുവേഷനനുസരിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ ഭൂമിയിൽ നമ്മൾ അധികം കാലമൊന്നും ജീവിക്കുന്നില്ല. ജീവിക്കുന്നത് നിസ്സാര കാലം മാത്രം. അത്രയും കാലം സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ ശ്രമിക്കുക. ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്ക്, തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്ക്. ആരും നമ്മുടെ കൂട്ടത്തിൽ വരുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയതൊന്നും കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷേ പരിശ്രമിക്കാതിരിക്കരുത്. പരിശ്രമിക്കണം. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പിയാണോ എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയവൻ. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഭാഗ്യം എന്നത് നമ്മളെ തേടിയെത്തുന്നത് പല രീതിയിലൂടെയാണ്. ഒന്ന്, പണം. രണ്ട്, സുഹൃത്ത് ബന്ധങ്ങൾ. അതല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ. അതുമല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. പല രീതിയിലൂടെയും ചിലപ്പോൾ നമ്മളെ തേടിയെത്താം. അത് ഏത് രൂപത്തിൽ വരുമെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ മിത്രമാകാം നമ്മുടെ ശത്രു, ശത്രുവാകാം നമ്മുടെ മിത്രം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പറയാൻ കാരണമെന്ന്. ചില സാഹചര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങളെയും കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആവശ്യമുള്ളത് പണമാണ്. അതില്ലാത്തവൻ വെറും പിണമാണ്. എന്നുവെച്ചാൽ പണത്തിൻ്റെ മൂല്യം പോലും മനുഷ്യനില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഉദാഹരണം, ഒരു ആശുപത്രി കേസ് വന്നു. പണമില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സ നിഷേധിക്കും. പണമുണ്ടോ? പണമുണ്ടെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയുമുണ്ട്. മറ്റൊന്ന്, നമുക്ക് കിട്ടേണ്ടത് സ്നേഹവും പരിഗണനയുമാണ്. ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടണം. എന്നാൽ മാത്രമേ അതിന് വിലയുള്ളൂ. അല്ലാതെ തരുന്നത് വെറും ഭിക്ഷയാണ്. ആ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എല്ലാം ഇവിടെ പറയാനുള്ള കാരണമെന്ന്. ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അത് മനസ്സിൽ തട്ടി പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ്. അല്ലാതെ മറ്റൊരു ഉദ്ദേശമോ ഇതുകൊണ്ട് ദുരുദ്ദേശമോ ഒന്നുമില്ല. മനസ്സിൽ തോന്നണമെന്ന് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോകണമാകാം. ചിലപ്പോൾ അതുമല്ലാതെ തന്നെ പറയുന്നതുമാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടണമെന്ന ഒരു ചിന്തയുണ്ട്. അങ്ങനെ ഉപകാരപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതും നല്ല കാര്യമാട്ടോ, അല്ലേ? നമ്മളെയും കൊണ്ട് ഒരു ഉപകാരം ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഉപകാരം അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു തെറ്റുമല്ല.